ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ആക്ച്വലി ഒരു വീക്ക് ഓഫ് ഡേ ആണ്. ഇപ്പോൾ എഴുന്നേറ്റ് വന്നിട്ടുള്ളൂ, വേറെ ഒന്നല്ല. ഇന്നലെ നൈറ്റ് കിടന്നപ്പോൾ ഒക്കെ ഒന്ന് ലേറ്റായി. എനിക്ക് 10 മണി വരെ ഡ്യൂട്ടി ഉണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് വന്ന് കുളിയൊക്കെ കഴിഞ്ഞ് കുഞ്ഞിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി കിടന്നപ്പോഴത്തേക്കും ഞങ്ങൾ രണ്ടുപേരും ഇന്നലെ ഉറങ്ങിയപ്പോൾ ലേറ്റായി, ഞാനും അവളും. അപ്പം ഇന്ന് ഞങ്ങൾ വിചാരിച്ചു എന്തായാലും ഓഫാണല്ലോ, അപ്പോൾ ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. എനിക്ക് ആക്ച്വലി ഇതെൻ്റെ ഫസ്റ്റ് ടൈമാണ് ഒരു ഡേ ഇൻ മൈ ലൈഫ് അല്ലെങ്കിൽ ഇപ്പോൾ ഒരു വ്ളോഗ് എടുക്കുക എന്ന് പറയുന്നത് എൻ്റെ ഒരു ഫസ്റ്റ് ഡേ ആണ്. ഇന്ന് ആക്ച്വലി എൻ്റെ അമ്മ വിസിറ്റ് വിസ റിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് ഒമാനിൽ പോവാണ്. സോ ഞാനും ഏകും മാത്രമേ ഇവിടെ ഉണ്ടാവുള്ളൂ. പിന്നെ ഒരു 2 മണിയൊക്കെ ആകുമ്പോൾ ശിവ വരും. ശിവയ്ക്ക് സ്പ്ലിറ്റ് ഡ്യൂട്ടിയാണ്. അപ്പോൾ അത് കഴിഞ്ഞ് ശിവ വന്ന് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾക്ക് അവളെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോകാനുണ്ട്. വേറെ ഒന്നല്ല, അവൾക്ക് 4th മന്തിൻ്റെ റുട്ടീൻ ചെക്കപ്പ് നടത്താനുണ്ട്. സോ ലാസ്റ്റ് കുറച്ച് ദിവസമായിട്ട് എനിക്ക് വീക്ക് ഓഫ് ഉണ്ടായിരുന്നില്ല. അപ്പം എനിക്ക് തോന്നുന്നു ഒരു 21 ഡേയ്സിന് ശേഷമാണ് ഇന്ന് എനിക്കൊരു ഓഫ് കിട്ടിയിട്ടുള്ളത്. ഇന്ന് ഓഫാണ്, നാളെ ഓഫാണ്. സോ ഇന്നത്തെ ഒരു ദിവസം എങ്ങനെ ഉണ്ടാവും, എങ്ങനെയാണെന്നൊക്കെ ഉള്ളതൊന്ന് ഡോക്യുമെൻ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം വീഡിയോ കാണാം. അമ്മ പോകാൻ വേണ്ടി റെഡി ആയിട്ടിരിക്കുകയാണ്. അമ്മ ആക്ച്വലി ഇത് ഒരു 2ാമത്തെ തവണയാണ് അമ്മ വിസ റിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് ഒമാനിൽ പോകുന്നത്. ആദ്യമൊക്കെ അമ്മയ്ക്ക് നല്ല പേടിയുണ്ടായിരുന്നു, പക്ഷെ ഇപ്പം ആള് പ്രോയാണ്. അമ്മയ്ക്ക് പോകാനുള്ള വണ്ടിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ് റെഡിയായിട്ട്. അപ്പോൾ ആ ഗ്യാപ്പിൽ ഞാനൊന്ന് പോയിട്ടൊന്ന് ഫ്രഷ് ആയിട്ട് വരാമെന്ന് വിചാരിച്ചു. അമ്മ പോയി കഴിഞ്ഞാൽ ഇതൊക്കെ ചെയ്യുന്നത് നടക്കുമെന്ന് തോന്നണില്ല. പുറത്തിപ്പോൾ ഭയങ്കര പൊടിക്കാറ്റായതുകൊണ്ട് ഇവളുടെ ഡ്രസ്സൊക്കെ പുറത്തിട്ട് ഉണക്കുന്നത് ഭയങ്കര ടാസ്ക്കാണ്. അപ്പം നമ്മൾ ഉള്ളിലിട്ടാണ് ഇപ്പോൾ ഉണക്കാറ്. എപ്പോഴും അല്ല, ചില ദിവസങ്ങളിലൊക്കെ. അമ്മ രാവിലെ തന്നെ എണീറ്റിട്ട് എല്ലാം ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചിനുള്ളതും ഒക്കെ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് തേങ്ങ അരച്ച് വെച്ചതും പിന്നെ ദോശ, പിന്നെ ചായ ഉണ്ട്. ചായ ആക്ച്വലി ഞാൻ ഉണ്ടാക്കിയതാണ് കേട്ടോ, പക്ഷേ അതൊന്ന് ചൂടാക്കി എടുക്കണം. കുറച്ച് നേരം ഉണ്ടാക്കിയിട്ട്. അപ്പോൾ എനിക്കാണെങ്കിൽ ചായ നല്ല ചൂടോടെ കുടിക്കാനാണ് ഇഷ്ടം. ഇത് നമ്മുടെ ഗുപ്തനെ പോലെ ചൂടുള്ള ചായ ഊതി കുടിക്കാനാണ് എനിക്കും ഇഷ്ടം. ഇപ്പോൾ ഈ കഴിക്കുന്ന ഫുഡ് ഉണ്ടാവുള്ളൂ മിക്കവാറും. പിന്നെ ഇനിയിപ്പം ശിവ വന്നിട്ടൊക്കെ കഴിക്കാൻ പറ്റുള്ളൂ. എന്തായാലും കഴിച്ച് മുഴുമിപ്പിക്കാൻ പറ്റിയില്ല. അതിന് മുന്നേ തന്നെ അമ്മയ്ക്ക് പോകാനുള്ള വണ്ടി വന്നു. സോ അമ്മേനെ ഒന്ന് താഴെ വരെ കൊണ്ടുവിടണം. ഏകാക്ഷ റൂമിൽ നിന്ന് ഇറങ്ങുന്നവരെ ഉറങ്ങായിരുന്നു. ലിഫ്റ്റ് കയറിയപ്പോഴത്തേക്കും അവൾ എഴുന്നേറ്റു. ഇവൾക്ക് പുറത്തൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ തിരിച്ച് റൂമിലേക്ക് കൊണ്ടുവരുമ്പം ആൾക്ക് നല്ല ദേഷ്യമാണ്. അമ്മ ഇത്തവണ ഫ്ലൈറ്റിലാണ് പോകുന്നത്. ഒമാനല്ല, സൗദി. അതെ, സൗദിയിലെ ഈ തവണ പോകുന്നത്. അപ്പോൾ അമ്മ റിന്യൂ ചെയ്തിട്ട് ഇന്ന് വൈകിട്ട് തന്നെ തിരിച്ചെത്തും. കാറ്റടിച്ചിട്ട് നല്ല സുഖം. ഞങ്ങളുടെ ഈ കാണുന്ന സോഫ ഉണ്ടല്ലോ, ഇതിപ്പോൾ ഇവളുടെ ഒഫീഷ്യൽ ഡയപ്പർ ചേഞ്ചിങ് സ്റ്റേഷനായിട്ട് മാറിയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ ഇരുന്നിട്ടാണ് ഇവളുടെ ഡയപ്പറും കാര്യങ്ങളിലൊക്കെ നമ്മൾ ചേഞ്ച് ചെയ്യുന്നത്. അമ്മ പോകുന്നതിന് മുന്നേ തന്നെ അവളൊന്ന് കുളിപ്പിച്ചു. വേറെ ഒന്നല്ല, എനിക്ക് അവളെ ഒറ്റയ്ക്ക് കുളിപ്പിക്കാനൊക്കെ പേടിയാണ്. എനിക്ക് തോന്നുന്നു അവളൊരു 2 തവണ മാത്രമേ അവൾ ജനിച്ചതിന് ശേഷം അവളെ ഞാൻ കുളിപ്പിച്ചിട്ടുള്ളൂ. അല്ലാത്തപ്പോൾ ഒക്കെ അമ്മയാണ് അതൊക്കെ ചെയ്യാറ്. ഒരു 2:30 ആയപ്പം ശിവയുടെ ഷിഫ്റ്റ് കഴിഞ്ഞിട്ട് വന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ പെട്ടെന്ന് ഫുഡും കഴിച്ച് റെഡിയായിട്ട് ഇറങ്ങി. കാരണം 4:30 ഡോക്ടറുടെ അപ്പോയിൻമെൻറ്റ്. ഇവളെ റെഡിയാക്കി ഞങ്ങളും റെഡിയായി ഫുഡൊക്കെ കഴിച്ചിറങ്ങിയപ്പോഴത്തേക്ക് തന്നെ ഒരു സമയമായി. അതുകൊണ്ട് പിന്നെ അതൊന്നും ഷൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റിയില്ല. ക്ലിനിക്ക് എത്തി അവളുടെ വൈറ്റൽസൊക്കെ എടുത്തു. ആൾ നല്ല ഉറക്കമായിരുന്നു, അതുകൊണ്ട് കരച്ചിലൊന്നും ഉണ്ടായിരുന്നില്ല. അല്ലെങ്കിൽ വെയിറ്റ് എടുക്കുമ്പോഴും ടെമ്പറേച്ചർ ചെക്ക് ചെയ്യുമ്പോഴൊക്കെ ഭയങ്കര കരച്ചിലാണ്. ഇത് ആക്ച്വലി ഒരു റുട്ടീൻ ചെക്കപ്പാണ്. ഓരോ മന്തും നമ്മളിത് ചെയ്യണം, ഗ്രോത്ത് കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. പിന്നെ വാക്സിൻസ് എടുക്കുന്നത് അതെല്ലാം അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഡോക്ടറെ കൺസൾട്ട് ചെയ്യണം. ഡോക്ടറെ കണ്ട് വീടെത്തി ഒരു ചായയൊക്കെ കുടിച്ച് കഴിയുമ്പോഴത്തേക്ക് ശിവയ്ക്ക് അടുത്ത ഷിഫ്റ്റിന് പോകാൻ വേണ്ടി സമയമായി. ഇനിയിപ്പോൾ ഒരു 10 മണിയൊക്കെ ആകുമ്പോൾ തിരിച്ചു വരും.
അമ്മ ഒരു 8 മണിയൊക്കെ ആയപ്പോൾ തിരിച്ചെത്തി. പക്ഷെ ആൾക്ക് ഭയങ്കര നോസിയും വൊമിറ്റിംഗ് ഒക്കെ ആയിരുന്നു. അതുകൊണ്ട് വന്ന് ഫുഡ് കഴിച്ച് അമ്മ അപ്പം തന്നെ കിടന്നു. ഇതെൻ്റെ കസിനാണ് കേട്ടോ. അവള് വന്നപ്പോൾ വാങ്ങിച്ചിട്ട് വന്നാണ് ഈ ബിരിയാണി. നല്ലൊരു അടിപൊളി ബിരിയാണിയൊക്കെ കഴിച്ചിട്ട് വയറ് ഫുള്ളായിട്ട് ഇവിടെ ഇരിക്കുകയാണ്. പിന്നെ ആക്ച്വലി നൈറ്റ് നമ്മൾ ഇത്ര ഹെവി ഫുഡ് കഴിക്കാൻ പാടില്ല, പക്ഷേ നല്ല ടേസ്റ്റ് ഉള്ളത് കൊണ്ട് ഞാൻ ഇന്നൊരു ഫുൾ ബിരിയാണി തന്നെ കഴിച്ചു. ഇതത്ര നല്ലതല്ല നമ്മുടെ ഹെൽത്തിന്. പിന്നെ എന്താ, ഇതൊരു ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ. കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ. പിന്നെ ഞാനിപ്പോൾ ഒരു നൈറ്റ് സ്കിൻ കെയർ ഒക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കുകയാണ്. ഏകാക്ഷ ഉറങ്ങാനുള്ള പരിപാടിയാണ്. അവളവിടെ ബഹളം വെച്ച് തുടങ്ങിയിട്ടുണ്ട്. എന്താണെങ്കിലും ഞാൻ ഈ വീഡിയോ ഇവിടെ എൻഡ് ചെയ്യാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ബാക്കിയുള്ള വീഡിയോസും ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ ഫോർ മോർ വീഡിയോസ്. അപ്പോൾ അത്രയേ ഉള്ളൂ ഗൈസ്. ഗുഡ് നൈറ്റ്.